ഹാപ്പി ടമ്മിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു സിറപ്പുമായിട്ടാണ്. ഇപ്പം എല്ലാവരുടെയും വായിൽ വരുന്നത് ഇമ്മ്യൂണിറ്റി ബേസ്ഡ് ഡ്രിങ്ക്. ഇമ്മ്യൂണിറ്റി കൂട്ടുക എങ്ങനെയാണ് ഞാൻ ഇമ്മ്യൂണിറ്റി കൂട്ടുക എന്ന് എല്ലാവരും ചിന്തിക്കുകയാണ്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ പെട്ടെന്നൊരു സുപ്രഭാതത്തിലോ ഒരു ഗുളിക കഴിച്ചതുകൊണ്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല എന്ന് നമ്മൾക്ക് പലർക്കും അറിയാം. എന്നാൽ എങ്ങനെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ പറ്റുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റിയ, പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ നമ്മളുടെ കിച്ചണിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്ത് നമ്മളൊരു സിറപ്പാക്കി വെച്ച് ഒരുപാട് കാലം കേടുകൂടാതെ നിൽക്കുന്ന ഈ ഒരു സിറപ്പ് നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ കഴിക്കാവുന്നതാണ്. നമ്മളുടെ ഇമ്മ്യൂണിറ്റി കൂടാനും ഒരു ചുമയോ തൊണ്ടവേദനയോ ജലദോഷമോ ഒക്കെ വരുമ്പോൾ, ഒരു ചെറിയ പനിയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ സിറപ്പ് മാത്രം മതി കേട്ടോ. ഇനി വെള്ളത്തിലൊഴിച്ച് കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു ചെറു ചൂട് വെള്ളത്തിലൊഴിച്ച് കുടിക്കാം. ഇനി സിറപ്പായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് സിറപ്പായിട്ട് തന്നെ കഴിക്കാം. അപ്പോൾ ഈ സിറപ്പ് എൻ്റെ വീട്ടിൽ ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കി വെക്കുന്നൊരു സാധനമാണ് ഈ ഒരു സിറപ്പ്. അപ്പോൾ ഒരുപാട് കാലം കൊണ്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ മക്കൾക്ക് ഇത് മാത്രമേ കൊടുക്കാറുള്ളൂ. പനി ജലദോഷമൊക്കെ വരുമ്പോൾ നേരെ ഈ ഒരു സിറപ്പാണ് എൻ്റെ കുട്ടികൾ യൂസ് ചെയ്യുന്നത്. ഇതുവരെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവേണ്ടി വന്നിട്ടില്ല, ഡോക്ടറെ കാണിക്കാറില്ല, ഡോക്ടറുടെ അടുത്ത് പോകാറില്ല. അവർക്ക് പനിയോ ജലദോഷമോ തുമ്മലോ ഒക്കെ വരുമ്പോൾ വേഗം ഒരു സ്പൂൺ സിറപ്പ് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്ന തോതിൽ കൊടുക്കും. ഇനിയിപ്പോൾ ചെറിയ ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഈ സിറപ്പ് ഒരു സ്പൂൺ ഒഴിച്ച് കുറച്ചായിട്ട് കുടിക്കാൻ പറയും. അപ്പോൾ ഈ സോർ ത്രോട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ രണ്ട് സൈഡിലും വേദന വരുമ്പോൾ ഒരു ഹാഫ് ലെമൺ, അത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ കുടിക്കാം, ഇല്ലെങ്കിൽ ഈ സിറപ്പ് മാത്രം മതി. അപ്പോൾ ഈ സിറപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുന്നേ ഈ ഒരു സിറപ്പ് ഞാൻ പറഞ്ഞല്ലോ, കേടുകൂടാതെ നിങ്ങൾക്ക് ഒരുപാട് സമയം ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരു 250 ml ആണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കാം. ആദ്യം നിങ്ങൾ 250 ml അല്ലെങ്കിൽ അതിൽ കുറവോ ഞാൻ പറയുന്നത് പോലെ ഉണ്ടാക്കി വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്കൊരു ചെറിയ പറഞ്ഞ അസുഖങ്ങൾ എന്ത് വരുമ്പോഴും ഒരു സ്പൂൺ കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശരിക്കും ഒരു റിലാക്സ്ഡ് ഫീലിംഗ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ. അപ്പം ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. ഇത് ഹണിയാണ്, പ്യോർ ഹണി. ഇത് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതാണ്, നമ്മുടെ ഏറ്റവും ചെറിയ ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത ഇഞ്ചിയാണ്. ഇനി കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പട്ട, നമ്മളുടെ സിനമൺ പട്ട പൊടിച്ചെടുത്തത്, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഹണി ഞാൻ പറഞ്ഞല്ലോ 250 ml. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. നമ്മൾ ഈ ഒരു സിറപ്പ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാവരുത്. നമ്മൾ കുപ്പിയുടെ ബോട്ടിൽ എടുക്കുക. പിന്നെ ഇതിലൊന്നിലും നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ആവാതെ സൂക്ഷിക്കുക. എത്രത്തോളം നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നോ അത്രത്തോളം ഈ സിറപ്പ് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ സിനമൺ പൗഡർ, പിന്നെ ജിഞ്ചർ, അത് 1 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്തത്, നല്ല ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്തതായിരിക്കണം. പിന്നെ 250 ml ഹണി. അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഈ കുപ്പിയിലേക്ക് മാറ്റാൻ പോവാണ്. ഓക്കെ, ആദ്യം തന്നെ ഞാൻ 250 ml ഹണി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഈ ജാറിലേക്ക് എല്ലാം കൂടെ ഇട്ടു നല്ലോണം മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഫസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം വെക്കാൻ പറ്റില്ല എന്നറിയാം. അപ്പോൾ ഇത് ഒരു 2 days എങ്കിലും നിങ്ങൾ വെക്കണം. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്ത സിറപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതാ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, സിറപ്പാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതിനേക്കാളും ഒരു 2 days എങ്കിലും കഴിയണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങളത് ജസ്റ്റ് ഫിൽറ്റർ ചെയ്തെടുക്കുക. ഒരു അരിപ്പ യൂസ് ചെയ്തിട്ട് അരിച്ചെടുത്ത് വേറൊരു കുപ്പിയിൽ സ്റ്റോർ ചെയ്യാം. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന ഇതിനകത്തുള്ള നമ്മുടെ ആ ഒരു ബാലൻസ് ഉണ്ടാവുമല്ലോ, ജിഞ്ചർ ആണെങ്കിലും എല്ലാത്തിൻ്റെയും പൗഡേഴ്സും എല്ലാം കൂടെ ഈ കുപ്പിയിൽ തന്നെ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾക്ക് പിന്നെയും ഒരു 250 ml ഹണി ഒഴിച്ച് വയ്ക്കാം. അത് നെക്സ്റ്റ് യൂസ്. ഇതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയ സിറപ്പ്. ഇത് ഒരു 6 months ആയി ഞാൻ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ്. ഞാൻ 1 liter ഹണിയിലാണ് ചെയ്യാറുള്ളത്. ഇതിവിടെ ഡെയിലി എന്ന ബേസിസിൽ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. കുട്ടികൾക്ക് ചുമയോ തുമ്മലോ പനിയോ ജലദോഷമോ ഒക്കെ വരുമ്പോൾ ഇത് 2-3 ടീസ്പൂൺ ഒരു ദിവസം ഞാൻ കൊടുക്കും. നല്ല ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നല്ല ഡിഫറൻസ് എന്നല്ല പറയേണ്ടത്, ശരിക്കും മാറുക തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇമ്മ്യൂണിറ്റി കൂടാനും ഏറ്റവും ബെസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് എന്നെ അറിയിക്കുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ സിറപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരുപാട് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കുന്ന ഈ ഒരു സിറപ്പ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക, വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത ഒരു സിറപ്പാണിത്. കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. ആ എക്സ്പീരിയൻസിലൂടെയാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇത് ഞാൻ ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. ഞാനിതിന് ഇന്നൊന്നും യൂസ് ചെയ്യില്ല. ഞാൻ ശരിക്കും ഒരു 6 months ടൈം എടുക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പം ബിഗിനേഴ്സിനോട് ഇപ്പം ഒരിക്കലും 6 months എടുക്കാൻ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇപ്പം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം. അപ്പം കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ട് മഴക്കാലത്തേക്ക് വെക്കാം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ 2 ബോട്ടിൽ ഉണ്ടാക്കും. അതിൽ ഒരു ബോട്ടിൽ ആദ്യം യൂസ് ചെയ്യാൻ എടുക്കും. 6 months കഴിഞ്ഞിട്ട് അപ്പം ഓരോ 6 monthsലും ഞാൻ ഓരോ ബോട്ടിൽ ഉണ്ടാക്കി വയ്ക്കും. ഇതിപ്പോൾ 1 liter ബോട്ടിലായിരുന്നു ഞാൻ യൂസ് ചെയ്തതാണ് ഇത്രയും. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തത് എനിക്ക് ഉണ്ടാക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഹണി എന്ന് പറയുന്ന ഒരു വലിയൊരു മെഡിസിൻ്റെ കൂടെ ഒരുപാട് കൂടുതൽ മെഡിസിൻ വാല്യൂസ് ഉള്ള ടർമറിക് ആണെങ്കിലും പെപ്പർ ആണെങ്കിലും സിനമൺ പൗഡർ ആണെങ്കിലും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സിറപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് കോവിഡിനെയും അടുത്ത് വരുന്ന മഴക്കാലത്തെയും ഒക്കെ പ്രതിരോധ ശക്തിയോട് കൂടി നേരിടാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തോളൂ. അടുത്ത നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഒരു ഹെൽത്തി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും നല്ലതായിട്ട് തോന്നിയില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു.